നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. കാസർഗോഡ് പുഴയിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം. എരഞ്ഞിപ്പുഴ സിദ്ദീഖിന്റെ മകൻ റിയാസ്, മാതൃസഹോദരനായ അഷ്റഫിന്റെ മകൻ യാസീൻ എന്ന 13-കാരൻ, മജീദിന്റെ മകൻ സമദ് എന്ന 13-കാരൻ എന്നിവരാണ് മരണപ്പെട്ടത്. സഹോദരങ്ങളുടെ മക്കളാണ് ഈ 3 പേര്. കുട്ടികൾ ഒക്കെ പുഴയിൽ കുളിക്കാനായി ഇറങ്ങുകയായിരുന്നു. ഇവരുടെ ഒപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബന്ധുവീട്ടിൽ വിരുന്നിന് വേണ്ടി എത്തിയതായിരുന്നു റിയാസ്. എന്നാൽ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ 3 പേര് മുങ്ങിപ്പോവുകയായിരുന്നു. 3 പേരെ റിയാസിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റ് 2 പേരും അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ അലറി വിളിച്ച് നാട്ടുകാരെ ഒക്കെ തന്നെ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ റിയാസിനെയും യാസിനെയും രക്ഷാപ്രവർത്തകർ വളരെ വേഗത്തിൽ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു കുട്ടിയെ, സമദിനെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. സമദിനെ കണ്ടെത്താൻ ആദ്യം കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് സമദിൻ്റെ മൃതശരീരം കൂടി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. യാസീനും സമദിനും നീന്തൽ അറിയാമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നിരുന്നാലും ഇത് വളരെ അപകടം പിടിച്ച ഒരു പുഴയാണെന്നും നാട്ടുകാർ, പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. നേരത്തെയും ഈ മേഖലയിൽ സമാനമായ രീതിയിൽ അപകടം നടന്നിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തിയത്. കണ്ണൂരിലും സമാനമായ ഒരു സംഭവം ഈ അടുത്ത് നടന്നു. അതിൽ 2 പേരാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. കണ്ണൂർ ഇരട്ടിയിൽ കിളിയന്തറ പുഴയിലാണ് 2 പേർ മരണപ്പെട്ടത്. കണ്ണൂർ സ്വദേശികളായിട്ടുള്ള ആൽബിൻ എന്ന 9 വയസ്സുകാരനും വിൻസെന്റ് എന്ന 42-കാരനുമാണ് മരണപ്പെട്ടത്. ആൽബിൻ പുഴയിൽ വീണപ്പോൾ രക്ഷിക്കാനായിട്ടായിരുന്നു വിൻസെന്റ് ഇറങ്ങിയത്. അതിനിടയിൽ 2 പേര് മുങ്ങിപ്പോയി. ഇന്ന് 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. വിൻസെന്റും ആൽബിനും അയൽവാസികൾ കൂടിയാണ്. 2 പേരെയും നാട്ടുകാർ ചേർന്ന് പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായിരുന്നാലും കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. കഴിഞ്ഞ വർഷവും സമാനമായ ഒരു സംഭവം കാസർഗോഡ് സംഭവിച്ചു എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.